ഓസിനടിക്കാണ് എഴഞ്ഞും പെഴഞ്ഞും ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. അതൊക്കെ പണ്ട്. ഭാര്യയുടെ വളയടിച്ചു മാറ്റാനുള്ള ടെക്നിക്കുകളൊക്കെ വിദഗ്ധമായിട്ട് പഠിച്ചിട്ടാണ് ഞാൻ വന്നത്. ഈ മുക്കുപണ്ടം പണയം വെക്കാനോ വിൽക്കാനോ പറ്റിയാൽ കേസ് വല്ലതും ഉണ്ടായാൽ കുഴപ്പമുണ്ടോ? നിന്നെ ഞാൻ തൂക്കും. ഇപ്പൊ നീ അടിച്ചോ? ആ ബംഗാളിക്കാരനെ ഞാൻ ഹാജിയാരുടെ മുമ്പിൽ നാറി നാണം കെട്ടി നിൽക്കുക. എങ്ങനെയെങ്കിലും അയാളെ വീഴ്ത്തി അയാളുടെ മോൾ സീനത്തിനും കെട്ടി സുഖമായി ജീവിക്കാന്ന് വെച്ചാ നടക്കോ എന്റെ പടച്ചോനെ? കൊള്ളാലൂടെ അബ്ദുവേ, നീ നമ്മുടെ റൂട്ടല്ലേ. ഞാൻ അതിനു വേണ്ടി എന്തൊക്കെ ചെയ്തു. ഹാജിയാര് പറഞ്ഞ എല്ലാ പോക്കുരുത്തരത്തിനും കൂട്ടുതന്നു. ഇപ്പൊ ആ ബംഗാളിക്കാരന് എല്ലാം പാഴായി. ഞാനൊരു പുതിയ ഐഡിയ അങ്ങോട്ട് ഇട്ട് തന്നാലോ? എടാ റേഞ്ച് രാജ, നീ വാ തുറക്കരുത്. ഇനി അവന്റെ അണ്ണാക്കി കൊണ്ടുപോയി വാറ്റ് തള്ളാനോ? ഞാൻ ഐഡിയ തിരിച്ചെടുത്താലോ? അത് കൊള്ളാം. പ്രശ്നം തീർന്നില്ലയോ? അപ്പോഴേ ഞാനൊരു ഐഡിയ പറഞ്ഞാലോ? പിന്നെ മമ്മൂട്ടിയെ നമുക്ക് കൊണ്ടുവരാം. അത് പെട്ടെന്ന് നടക്കും. നടക്കുന്ന കാര്യം വല്ലതും ഉണ്ടെങ്കിൽ പറയടാ. നടക്കും, നടത്തും. പിന്നെ പക്ഷെ എനിക്കൊരു കണ്ടീഷനുണ്ട്. എന്റെ കറണ്ട് ആകും മറക്കണം. അറിയില്ലേ? ആദ്യം നീ കാര്യം പറ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഓർക്കണോ മറക്കണോ എന്നുള്ള കാര്യം. ഉടായിപ്പിന്റെ വഴി ഈ നാട്ടുകാർ മൊത്തം നമ്മുടെ കൂടെ കാണും. മമ്മൂട്ടി വരും, ബംഗാളിയെ കാണും, ഷൂട്ടിങ്ങും നടക്കും. പക്ഷേ വരുന്ന ആള് മമ്മൂട്ടിയാണെന്ന് നമ്മളെല്ലാരും വിശ്വസിച്ചോണം. നീ എന്തോ പ്രാന്തായി പറയുന്നത്? മനസ്സിലായില്ല. ഒന്നുമില്ല, മമ്മൂട്ടിയുടെ ഡ്യൂപ്പെന്ന് നമ്മളെല്ലാരും വിശ്വസിച്ചാൽ ആ ബംഗാളിയും വിശ്വസിച്ചോളും. ആ മണ്ടനെ പറ്റിക്കാനാണോ പാട്? എല്ലാരും കൂടി ഒത്തുപിടിച്ച കാര്യം അങ്ങ് നടക്കും. കൊള്ളാവല്ലോടാ. ഇത്രയും നാളെ ഇവൻ എന്റെ റേഞ്ച് ആയിരുന്നു. ഇപ്പൊ ഇവൻ നാട്ടുകാരെ മൊത്തം നീ വളരുവടാ ഉടായിപ്പിന്റെ ഉന്നതികളിലേക്ക്. അപ്പൊ ശരിക്കും മമ്മൂട്ടി വരുമോ? വരും. വരുന്നത് മമ്മൂട്ടിയാണെന്ന് നമ്മൾ കരുതണം എന്നാ അച്ഛൻ പറഞ്ഞത്. മമ്മൂട്ടി എന്തിനാ വരുന്നേ? എന്നാലേ ബംഗാളി മാമൻ സ്ഥലം തരൂ. സ്ഥലം തന്നാലേ അമ്പലം വരൂ. അപ്പൊ പള്ളിയോ? എടാ, പള്ളിയും അമ്പലവും അടുത്തടുത്ത് വരും. എനിക്ക് കുട്ടിക്കാലം മുതലേ മമ്മൂട്ടി എന്ന് പറഞ്ഞ ജീവനാ. അതെ അതെ, എനിക്കാണെങ്കിൽ മമ്മൂട്ടിയെ പോലെ ഒരാളെ കെട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നടന്നതാ. എന്നിട്ടിപ്പം മമ്മൂട്ടിയെ പോലെ തന്നെ ഒരാളെ കെട്ടി. പൊന്തം മടയിലെ മമ്മൂട്ടി